കാണിക്കണ്ടോ? നമസ്കാരം. നമ്മൾ നവംബർ മാസത്തിലാണ് തേനീച്ച എങ്ങനെയാണ് പിരിക്കുന്നത് നോക്കാം നമുക്ക്. അതായത് നമ്മുടെ കൂടിൽ നിലവിലുള്ള കൂട് നിറങ്ങിയിരിക്കുന്ന കൂടാണ്. നിങ്ങളുടെ അടുത്തേക്ക് കൂടെ കാണാം. അല്ല, ഈച്ച ഫുള്ളായിട്ടിരിക്കുന്ന കൂടാണിത്. അപ്പോൾ ഈ കൂടിനെ നമ്മൾ 2 കൂടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലൊരു റാണി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലത്തെ ഒരു 3 അട വേറെ ഒരു ബോക്സിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മളിതിനെ 2 കൂടാക്കും. എന്നിട്ട് ഈ 3 അട മാറ്റുമ്പോൾ റാണിയുള്ള 3 അട നമ്മൾ എടുത്തിട്ട് വേറെ ഒരു 500 മീറ്റർ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി വയ്ക്കും. അപ്പോൾ ഇതൊരു കോളനിയായി, അത് വേറൊരു കോളനിയായി. അങ്ങനെയാണ് നമ്മൾ കൂട് പിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പിരിക്കണ കൂട്ടിൽ റാണി ഇല്ലാത്ത കൂട് നമ്മളിവിടെ വെച്ചിട്ട് പോകും. ഒരു 9-10 ദിവസത്തിൻ്റെ ഉള്ളിൽ പുതിയ റാണി സെല്ല് കെട്ടി ആ റാണി വിരിഞ്ഞ് 11 ദിവസത്തിൻ്റെ ഉള്ളിൽ റാണി വിരിഞ്ഞിറങ്ങും. അപ്പോൾ നമുക്കതൊരു പുതിയ കോളനിയായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ സെറ്റ് പിരിക്കുക എന്ന് പറയുന്നതിന്. അപ്പോൾ നമ്മൾ നവംബർ മാസത്തിൽ പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റാണ്. ഇനി നമുക്ക് പിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ ജനുവരി 2 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തേനീച്ച സീസണാവും, തേനിൻ്റെ സീസണാവും. അപ്പോൾ എങ്ങനെയാണ് സെറ്റ് പിരിക്കുന്നത് നമുക്ക് നോക്കാം. ചിരട്ട നമ്മൾ എടുത്തിട്ടൊരു ഉറുമ്പില്ലാത്തൊരു സ്ഥലത്തേക്ക് വയ്ക്കണം. ഇതിൻ്റെ മേലത്തെ ബോക്സ് പതുക്കെ സാവകാശം എടുത്ത് മാറ്റി അതും ഉറുമ്പില്ലാത്തൊരു സ്ഥലത്തേക്ക് വയ്ക്കുക. വൃത്തിയാക്കി തട്ടിയിട്ട് ഇനി എങ്ങനെ പിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡായിട്ടാണ് കെട്ടിയിരിക്കുന്നത് ഒരട. ഇത് ആദ്യത്തെ അടയാണ്. അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ അട എടുത്തിട്ട് നമ്മൾ വരണ്ട വെച്ചാൽ ആദ്യത്തെ അട എടുത്ത് നമ്മൾ മാറ്റി രണ്ടാമത്തെ അട നമ്മൾ ഇത് തന്നെ വെച്ചു. മൂന്നാമത്തെ അട എടുത്തിട്ട് നമ്മൾ വീണ്ടും അരിക്കാനിട്ടു. റാണി ഉണ്ടോന്നാണ് നോക്കണത്. വേറെ വരൂ, റാണീനെ കാണാം. അതാ റാണി, പോണത് റാണി. ഇതാണ് റാണി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അട എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. മൂന്നാമത്തെ അട ഇത് തന്നെ വെച്ചു.
ഇത് നമ്മൾ 4ാമത്തെ അട എടുത്തിട്ട് വീണ്ടും ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇതൊരു കോളനിയായി. ഇത് വേറൊരു രണ്ട് കോളനി. ഇനിയിപ്പോൾ നമ്മൾ ഈ കോളനി റാണിയുള്ള കോളനി ഇതാണ്. റാണി ഇല്ലാത്ത കോളനി നമ്മൾ എടുത്ത് മാറ്റുക. അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റും. അങ്ങനെയാണ് കോളനി പിരിക്കുക. നമസ്കാരം. മധുബീഹനുടെ അടുത്ത ലൈവിൽ വരുന്നവരെ വീണ്ടും കാണാം. സെൻട്രലിനെ അവിടുത്തെ പറയാം.